ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായി കിട്ടിയത് കൊണ്ടല്ലേ? നമ്മൾ ആലോചിക്കുക, അവിടെ എങ്ങാനും പെട്രോളും ഡീസലും കണ്ടെത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, സങ്കല്പിക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളും ഡീസലും ഇല്ലായിരുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ ചെന്ന് പാർക്കാൻ ആരാണ് ഇവിടെ നിന്ന് യാത്ര പോവുക? എത്ര പേരുണ്ടാകും അവിടെ ജോലി ചെയ്യാൻ? ആരവിടെ വരും? ഇന്ന് ലോക രാജ്യങ്ങൾ എവിടെയാണ്? എനിക്ക് തോന്നുന്നു UK കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് സൊസൈറ്റി താമസിക്കുന്നത് UAE-യിലാണ്, ദുബൈയിലാണ്, അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ. UK കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പാറ്റ് ബ്രിട്ടീഷുകാരുള്ളത് UAE-യിലാണ്. എന്തുകൊണ്ട് അവർ വന്നു? ജീവിത സൗകര്യങ്ങളുണ്ട് അവിടെ. അതെവിടെ നിന്ന് കിട്ടി? അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹു നിക്ഷേപിച്ച കാലങ്ങൾക്കും വർഷങ്ങൾക്ക് മുമ്പ് ഫോസിൽ ഫ്യൂലുകൾ എന്ന് പറയുന്ന മുൻകാലത്ത് ചത്തുപോയ മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് കോടി കൊല്ലങ്ങളുടെ പഴക്കത്തിൽ അതാണ് ഫ്യൂലായി മാറുന്നതത്രേ. അതാണത്രേ പെട്രോളും ഡീസലും ഗ്യാസുമായി മാറുന്നത്. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയിൽ ജീവിച്ചു പോയ ജീവജാലങ്ങളും അവിടുത്തെ മരങ്ങളും ചീഞ്ഞളിഞ്ഞ ആ അഴുകിയ സാധനത്തിൽ നിന്നാണത്രേ ഭൂമിയുടെ ഉള്ളിൽ അത് ഫ്യൂലായി മാറിയത്. ഇതാണ് പെട്രോളിനെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു മിനിമം കാഴ്ചപ്പാട്. അതല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അറബ് ലോകം അങ്ങനെ ഒരു ചെടികളുള്ള രാജ്യമായിരുന്നില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ അത് ഉണങ്ങിയ, ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം.